നമസ്കാരം. ഹമീദ് മാമു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സൗദി നിയമങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ നിയമങ്ങളുമാണ്. ഇതാണ് എൻ്റെ വീഡിയോയിലെ പ്രധാന കണ്ടൻറ്റുകൾ. നിയമം എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല ഒരു വിദേശ രാജ്യത്ത് ചെന്നാൽ എന്തൊക്കെ നിയമങ്ങളാണ് അനുസരിക്കേണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും സൗദി നിയമത്തിലെ നിയമലംഘനങ്ങളും അതിൻ്റെ ശിക്ഷാവിധികളും. ഇതിൻ്റെ ഒന്നാം പാർട്ട് ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാം പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ഒന്നാം പാർട്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. അതിൽ ഞാൻ സൗദിയിലെ ഒരു ഇക്കാമ നഷ്ടപ്പെട്ടു പോയാൽ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയാൽ, അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്കാമ യഥാസമയം എക്സ്പയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഈ ശിക്ഷാവിധികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്നാം പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ, എക്സിറ്റ് റീ എൻട്രി വിസ കാലാവധി കഴിഞ്ഞാൽ ഇതിനൊക്കെ അവിടെ ഒരു ശിക്ഷ കിട്ടും, ഫൈൻ പെനാൽറ്റിയൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒന്നാം പാർട്ട് കാണാത്തവർ ഒന്നാം പാർട്ട് പോയി കാണുക. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് രണ്ടാം പാർട്ട്. ആ രണ്ടാം പാർട്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്നാം പാർട്ടിൽ പറയാത്ത കാര്യങ്ങളാണ്. അത് രണ്ടാം പാർട്ടായിട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വ്യാജ വിസ അല്ലെങ്കിൽ വ്യാജ ഇക്കാമയൊക്കെ ഉണ്ടാക്കി ഒരുപാട് പേര് സൗദിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ട് കുറേ ഏജൻസികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. വ്യാജ ഇക്കാമ ഉണ്ടാക്കി അല്ലെങ്കിൽ വ്യാജ വിസ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റുകളിൽ, ട്രാവൽ ഡോക്യുമെൻറ്റ്സിൽ തിരുത്ത് വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൗദിയിൽ അനധികൃതമായിട്ട് വ്യാജരേഖ ചമച്ച് വ്യാജ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങളൊരു വിസ തരപ്പെടുത്തി, അതുപോലെ തന്നെ ഒരു ഇക്കാമ വ്യാജമായിട്ട് അവിടെ ചെന്ന് ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനെയുള്ള വ്യാജ രേഖ ചമച്ച് പോകുന്നതിനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യാജരേഖ ചമച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ശിക്ഷ നൽകുന്നൊരു കുറ്റമാണ്. അതിൻ്റെ ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പാട്രിയേറ്റ് ആണെങ്കിൽ, അതായത് നിങ്ങളൊരു വിദേശിയാണെങ്കിൽ 10,000 സൗദി റിയാലും 3 മാസത്തെ തടവ് ശിക്ഷയും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി 10,000 സൗദി റിയാൽ പെനാൾട്ടിയും 3 മാസത്തെ തടവ് ശിക്ഷയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇക്കാമ അവർ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നതാണ്. അതിനുശേഷം നിങ്ങളെ ഡീപ്പോർട്ടേഷൻ നടപടിയിലൂടെ നിങ്ങളെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്നതാണ്. അപ്പോൾ വ്യാജ വിസ, വ്യാജ ഇക്കാമയൊക്കെ ഉണ്ടാക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ വ്യാജ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള എന്തൊക്കെ വ്യാജ പാസ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ശിക്ഷയ്ക്ക് വിധേയമാകും. അതാണ് ഞാൻ പറഞ്ഞ ശിക്ഷാവിധി. ഇതിനിപ്പോൾ ഈ വ്യാജ വിസ ഉണ്ടാക്കുന്നതിൽ സൗദികളും പുറകിലല്ല, അവരും വ്യാജ വിസ ഉണ്ടാക്കിയിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ, സൗദി സിറ്റിസനാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ, സൗദി സിറ്റിസന് 10,000 സൗദി റിയാലും ആദ്യത്തെ തവണ, രണ്ടാം തവണ ആവർത്തിച്ചാൽ 15,000 റിയാലും 1 മാസത്തെ തടവ് ശിക്ഷയും, മൂന്നാം തവണയും ഇത് ആവർത്തിച്ചാൽ 15,000 സൗദി റിയാലും 3 മാസം തടവ് ശിക്ഷയും. സൗദികൾ ഈ പറഞ്ഞ രീതിയിലുള്ള വ്യാജ ഇക്കാമയൊക്കെ ചമച്ച് അവിടെ ആളുകളെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് നിങ്ങൾ വ്യാജ വിസ ചമച്ച് ചെല്ലുന്നവരാണെങ്കിലും അത് ചമച്ച് വ്യാജ ഇക്കാമ ചമക്കാനും വ്യാജ വിസ ചമക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നവരെയും എല്ലാവർക്കും ഇതുപോലെ ശിക്ഷയുണ്ട്. എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മൾട്ടിപ്ലൈ ചെയ്ത് ആ പെനാൾട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക.
അടുത്തത് ഡീപ്പോർട്ട് ചെയ്തവർ. ഇപ്പം നമ്മൾ ഒരു ഇന്ത്യക്കാരനാണ്, നമ്മളവിടെ നിന്ന് നമ്മളെ ഈ നാട് കടത്തി എന്തെങ്കിലും കുറ്റങ്ങൾക്ക് നമ്മളവിടെ നിന്ന് നാട് കടത്തി ഡീപ്പോർട്ട് ചെയ്ത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു എന്തെങ്കിലും രേഖ ചമച്ച് തിരിച്ച് ഇന്ത്യയിൽ നിന്ന് വീണ്ടും സൗദിയിലെത്തി പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു ശിക്ഷ ലഭിക്കുന്നതാണ്. അതിൻ്റെ ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും കള്ള പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി പോകുന്നവരാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കള്ള പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി ഡീപ്പോർട്ട് ചെയ്തവർ വീണ്ടും തിരിച്ച് ഈ കള്ള പാസ്പോർട്ടിലൂടെ അവിടെ കയറി ചെല്ലും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 1000 സൗദി റിയാലും പിന്നെ നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്യും. ആദ്യത്തെ തവണ പിടിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തെ തവണ പിടിച്ചു കഴിഞ്ഞാൽ 2000 സൗദി റിയാലും പിന്നെ 5 മാസം തടവ് ശിക്ഷ ഉണ്ടാവും. തുടർന്ന് നിങ്ങൾ നാട് കടത്തുകയും ചെയ്യും. അത് നിങ്ങളിപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 1000 സൗദി റിയാലിൽ അത് വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ 1000 റിയാൽ അടച്ചില്ലെങ്കിൽ അത്രയും കാലം നിങ്ങൾ അവിടെ തടവ് ശിക്ഷയിൽ കിടക്കേണ്ടതായിട്ട് വരും. എത്രയും വേഗം ഫൈൻ അടച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ എത്രയും വേഗം ഇങ്ങോട്ട് കയറ്റി വിടുന്നതാണ്. അതല്ലെങ്കിൽ അത്രയും കാലം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. എപ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ ഫൈൻ അടക്കുന്നു അപ്പോൾ മാത്രമേ നിങ്ങളെ ഇങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ. അതുപോലെ തന്നെ പലരും ഹജ്ജ് ഉംറ വിസക്ക് ഇവിടെ നിന്ന് കയറിപ്പോകും. ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഏത് രാജ്യത്തു നിന്നാണെങ്കിലും സൗദിയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി എന്നും പറഞ്ഞ് പോകും. അങ്ങനെ ഉള്ളവർ അവിടെ തിരിച്ച് നാട്ടിലേക്ക് പോകാതെ അവിടെ ജോലി എടുക്കാൻ വേണ്ടി അവിടെ തന്നെ തങ്ങും. അങ്ങനെ ഒരുപാട് പേര് അവിടെ ജോലി എടുക്കുന്നവരുണ്ട്. അവർക്ക് ആ ജോലി എടുക്കുന്നവരെ മാത്രമല്ല, അവർക്ക് അഭയം നൽകുന്നവരുണ്ടല്ലോ. കാര്യം ഹജ്ജ് ഉംറയ്ക്ക് വന്നിട്ട് തിരിച്ചു പോകാതെ അവർക്ക് വേണ്ട താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നവർക്ക് നല്ലൊരു ശിക്ഷ ലഭിക്കുന്നതാണ്. അങ്ങനെ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഒരു വിദേശിയാണെങ്കിൽ 10,000 സൗദി റിയാലും 1 മാസത്തെ തടവ് ശിക്ഷയും. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ലഭിക്കാവുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ ഇക്കാമ ടെർമിനേറ്റ് ചെയ്ത് നിങ്ങളെ നാട് കടത്തുന്നതാണ്. അത് നാട് കടത്തുന്നത് എന്ന് പറഞ്ഞാൽ 2 പേർക്കും ശിക്ഷ കിട്ടും. ഇപ്പം നിങ്ങൾ തങ്ങുന്ന ആൾക്കും കിട്ടും, നിങ്ങൾ അഭയം നൽകിയ ആൾക്കും ഈ ശിക്ഷ ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ സൗദി സിറ്റിസനാണ്, ഇങ്ങനെ ഹജ്ജിനും ഉംറയ്ക്കും ഒരാൾ വന്നിട്ട് അയാളുടെ ജോലിക്ക് അയാൾക്ക് അഭയം നൽകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് സൗദി സിറ്റിസനാണ് അഭയം നൽകണമെങ്കിൽ അയാൾക്ക് 10,000 സൗദി റിയാലും 2 ആഴ്ചത്തെ തടവ് ശിക്ഷയും ഉറപ്പായിട്ടും ലഭിക്കും. ഇത് 2ാം തവണയും അയാൾ ആവർത്തിക്കുകയാണെങ്കിൽ 20,000 സൗദി റിയാലും 1 മാസത്തെ തടവും അയാൾക്ക് ശിക്ഷയായിട്ട് ലഭിക്കും. 3ാം തവണയും ആവർത്തിച്ച് കഴിഞ്ഞാൽ 30,000 സൗദി റിയാലും 3 മാസം തടവ് ശിക്ഷയും ലഭിക്കും. അത് എത്ര പേരുണ്ടോ അത്രയും പേരിന് ഉള്ള അനുസരിച്ച് അത്രയും ആളുകൾക്ക് ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവർ സഹായിച്ചവരും അല്ലാത്തവരും പിടിച്ചവരും പിടിക്കപ്പെട്ടവരും അഭയം നൽകിയവരും അഭയം കിട്ടിയവരും അവരെയൊക്കെ ഈ പറഞ്ഞ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതാണ്. ഇപ്പോൾ ഫൈൻ അടക്കാൻ അയാൾക്ക് ഈ സൗദി സിറ്റിസന് പറ്റിയില്ലെങ്കിൽ 1 മാസം മുതൽ 6 മാസം തടവ് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഈ ഹജ്ജിനും ഉംറയ്ക്കും വന്നിട്ട് നിങ്ങളൊരു വീട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സൗദി സിറ്റിസൺ ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ്, അറിഞ്ഞോ അറിയാതെ നിങ്ങൾ ഇയാൾ ഹജ്ജിന് വന്നിട്ട് തിരിച്ചു പോകാത്ത ആളാണെന്ന് അറിയാതെ ആണെങ്കിലും അറിഞ്ഞാണെങ്കിലും ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാൾക്ക് ആദ്യത്തെ തവണ ഒരു വാണിംഗ് കൊടുക്കും. അതൊരു പ്ലെഡ്ജ് എഴുതി വാങ്ങിക്കും, ഇനി ആവർത്തിക്കില്ല എന്നുള്ളത് ഒരു പ്ലെഡ്ജ് എഴുതി വാങ്ങിക്കും. അത് ഭാവിയിൽ ഇയാൾ വീണ്ടും കുറ്റം ചെയ്താൽ അയാൾക്ക് ശിക്ഷ കൂട്ടാൻ വേണ്ടിയാണ് ആ ഒരു പ്ലെഡ്ജ് എഴുതി വാങ്ങിച്ച് അയാളെ വെറുതെ വിടും. രണ്ടാമത് എന്നിട്ടും ഈ പ്ലെഡ്ജ് എഴുതി വാങ്ങിച്ചിട്ട് അയാളെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിച്ചതിന് ശേഷം ഇയാൾ കുറ്റം ആവർത്തിക്കുകയാണ്, വീണ്ടും വീട് പറഞ്ഞ ആൾക്കാർക്ക് വാടകയ്ക്ക് നൽകിയാൽ ആ വീട് പിന്നെ 6 മാസത്തേക്ക് സൗദി ഗവൺമെൻറ് അടച്ചത് സീൽ ചെയ്ത് കൊണ്ടുപോകും. രണ്ടാമതും ആ ഈ 6 മാസത്തിന് വീണ്ടും തുറന്നു കൊടുത്ത് വീണ്ടും അയാൾ വാടക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 വർഷത്തേക്ക് അടക്കും, പിന്നെ അത് 2 വർഷം വരെ അടച്ചിടും. അതിനുള്ള ഒരുപാട് ശിക്ഷകൾ പിന്നെ തുടർന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് പറയുകയാണെങ്കിൽ ഹജ്ജ് ഉംറയ്ക്ക് ആളുകൾ ഇവിടുന്ന് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച്
വരാതെ അവിടെ ജോലി എടുക്കാൻ ശ്രമിക്കും. അതായത് അവിടെ തന്നെ തങ്ങിയിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി എടുക്കുക, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യാം. വിസ കാലാവധി തീർന്നിട്ടാണെങ്കിലും അവിടെ തങ്ങാൻ പാടില്ല. നേരത്തെ പറഞ്ഞത് അവിടെ അങ്ങനെ തങ്ങുന്നവർക്ക് അഭയം കൊടുക്കുന്നവർക്കുള്ള ശിക്ഷയാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത്. ഇത് അവിടെ തങ്ങുന്നവർക്കുള്ള ശിക്ഷയാണ് ഞാനീ പറയുന്നത്. അവിടെ തങ്ങുകയാണെങ്കിൽ, അവിടെ ജോലി എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 10,000 സൗദി റിയാൽ ഫൈൻ വരുന്നതാണ്. കൂടെ തന്നെ ചിലപ്പോൾ ഒരു മാസം തടവ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മിനിസ്ട്രിയിലേക്ക്, ഫോറിൻ അഫെയർസിൽ ഒക്കെ അയക്കും. അവിടെ നിന്ന് അവർ സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് അറിയിക്കും. ഇവർക്ക് ഇനി ഡീപ്പോർട്ടിന് ശേഷം 1 വർഷത്തേക്ക് ഹജ്ജ് ഉംറ വിസ അനുവദിക്കാൻ പാടില്ല എന്നുള്ള റിക്വസ്റ്റ് കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് 1 വർഷത്തേക്ക് അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ സ്വന്തം ചിലവിൽ ഡീപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിനെന്തൊക്കെ ചിലവ് വരുന്നോ അത്രയും തുക, ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ട തുകകൾ ഈ കുറ്റം ചെയ്തവർ വഹിക്കേണ്ടതായിട്ടാണ്. അതുപോലെ തന്നെ ഹജ്ജ് ഉംറക്ക് വിസക്ക് പോകും. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടെ മക്കയിൽ അല്ലെങ്കിൽ മദീനയിൽ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വിസയിൽ പറഞ്ഞിട്ടുണ്ടാകും ഇന്ന ഇന്ന സ്ഥലങ്ങൾ മാത്രമേ വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അതിനു പുറമെ നിങ്ങൾ ഈ മക്കക്കും ജിദ്ദക്കും മദീനക്കും പുറമെയുള്ള രാജ്യങ്ങൾ, മറ്റുള്ള സൗദി സ്റ്റേറ്റുകൾ സന്ദർശിക്കുക. അതായത് ഇപ്പോൾ അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിയാദിലേക്ക് പോവുക, അല്ലെങ്കിൽ അൽക്കോബാറിലേക്ക് പോവുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും യാത്ര ചെയ്യാൻ അനുവാദമില്ല ഹജ്ജ് ഉംറ വിസക്ക് വന്നവർ. അങ്ങനെ വന്നവർ അങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 10,000 സൗദി റിയാൽ പിഴ ഉണ്ടാകും, അല്ലെങ്കിൽ 1 മാസം തടവുണ്ടാകും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കിട്ടും. അങ്ങനെയുള്ളവരെ അവരുടെ സ്വന്തം ചിലവിൽ ഡിപ്പോർട്ട് ചെയ്യും, നാടുകടത്തും. അതിന് ഇതിൽ നിങ്ങളെ കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ പലരും ഹജ്ജ് ഉംറയ്ക്കും വരുന്നത് പല പല ഈ യാത്രാ ഏജൻസികൾ വഴിയായിട്ടായിരിക്കും വരുന്നത്. അക്ബർ ട്രാവൽസ് അങ്ങനെയുള്ള ഏജൻസികളൊക്കെ ആയിട്ട് വഴിയായിരിക്കും വരുന്നത്. അവരറിയാതെ ആയിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റോൾ എന്താണെന്ന് അവരറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ആയിട്ടാണ് പെനാൾട്ടി അവർക്കും ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടിങ്. സ്വന്തം നിലയിൽ ഇവർ ഹജ്ജിന് വന്നിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പം നിങ്ങളെ കൊണ്ടുവന്ന സ്ഥലങ്ങളിലെ ഇത് അറിയാതെ ഇപ്പോൾ അവരറിഞ്ഞുകൊണ്ട് നിങ്ങളെ കൊണ്ടുവന്ന ഏജൻസി, ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുവന്നത് നിങ്ങളുടെ സൗദിയിലുള്ള ഏതെങ്കിലും കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആയിരിക്കും നിങ്ങളെ ഹജ്ജ് ഉംറയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അനുവദിച്ച സ്ഥലങ്ങളിലല്ലാതെ യാത്ര ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ കാരിയർക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് അയാൾക്ക് നിങ്ങളെ കൊണ്ടുവന്ന ആൾക്ക് 10,000 സൗദി റിയാൽ ഫൈനും, അല്ലെങ്കിൽ 1 മുതൽ 3 മാസം വരെ തടവ് ശിക്ഷയും, അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കുന്നതാണ്. കൂടെ ഡിപ്പോർട്ടേഷനും ലഭിക്കുന്നത്. ഇത് നിങ്ങളെ കൊണ്ടുവന്ന ആൾക്ക് കിട്ടുന്ന ശിക്ഷയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതിനു മുമ്പ് പറഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ട് വന്നിട്ട് യാത്ര ഔട്ട്സൈഡ് സ്വന്തമായിട്ട് യാത്ര ചെയ്താലാണ്. ഇത് കൊണ്ടുവന്ന ആൾ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്താലുള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങളെ കൊണ്ടുവന്നത് അവിടുത്തെ സൗദിയിലൊരു സിറ്റിസനാണ് കൊണ്ടുവന്നതെങ്കിൽ അയാൾക്ക് 10,000 റിയാൽ ഫൈൻ കിട്ടും. അതുപോലെ തന്നെ 1 to 3 months ഇതിൽ ഇംപ്രിസൺമെൻറ്റും, അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കിട്ടുന്നതാണ്. രണ്ടാമത്തെ പ്രാവശ്യം 20,000 സൗദി റിയാൽ, 3 മാസം 6 മാസം വരെ തടവ് ശിക്ഷയിലേക്ക്. മൂന്നാമത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെ ആവർത്തിച്ചാൽ 30,000 സൗദി റിയാൽ ഫൈനും 6 മാസത്തെ ഈ തടവ് ശിക്ഷയും. ഒരു സൗദി കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വയലേഷൻ നടത്തുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ 3ാം പാർട്ട് ഉടനെ ചെയ്യുന്നതാണ്. കാര്യം കുറച്ചുകൂടി സൗദി ലേബർ ലോയിലെ നിയമലംഘനങ്ങളും ശിക്ഷാവിധികളെപ്പറ്റി കുറച്ചുകൂടി പറയാനുണ്ട്. അത് നോൺ വർക്കിംഗ് വിസയിൽ വന്നവർക്കുള്ള ശിക്ഷ, അങ്ങനെയുള്ളവർക്ക് വിസ ആനുകൂല്യങ്ങൾ